അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ രണ്ട് വാക്ക് പറയുവാൻ അവസരം കിട്ടിയതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഈ നാട്ടിലെ ചെറുപ്പക്കാരും അതുപോലെ തന്നെ സഹോദര സഹോദരിമാരും എല്ലാവരും സാമ്പത്തികമായും ശാരീരികമായും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്നും നമ്മുടെ എല്ലാ പരിപാടിക്ക് വേണ്ടിയും സജീവ സാന്നിധ്യമായിരുന്ന തങ്ങൾ, അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് പറയുവാനുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ സഹാബാക്കൾക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുമ്പോൾ, വർഷങ്ങളോളം സഹാബാക്കൾക്ക് വേണ്ടി ഇമാമത്ത് നിന്നപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ദിവസം പള്ളിയിൽ പോകാൻ കഴിയാതെയായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ സിദ്ദീഖ്, എനിക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ മദീന പള്ളിയിൽ പോയി സഹാബകൾക്ക് ഇമാമത്ത് നിൽക്കണേ സിദ്ദീഖ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട്, വാക്ക് സ്വീകരിച്ചുകൊണ്ട് അതാ മദീന പള്ളിയിൽ പോയി സഹാബാക്കൾക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുവാൻ മീറാബിലേക്ക് അങ്ങ് ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത പള്ളിയും മീറാബും കണ്ടപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മീറാബിൽ അങ്ങ് വീണു പോവുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത പള്ളിയും മീറാബും കണ്ടപ്പോൾ അബോധാവസ്ഥയിൽ അതാ അവിടെ വീണുപോയി. അങ്ങനെ അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഈ വിവരം എത്തിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പതുക്കെ എഴുന്നേറ്റുകൊണ്ട് വീണ്ടും പള്ളിയിലേക്ക് അങ്ങ് പോവുകയാണ്. അങ്ങനെ അതാ സഹാബാക്കൾക്ക് വേണ്ടി ഇമാമത്ത് നിന്നു. പനി മൂർച്ഛിച്ചപ്പോൾ അതാ വീട്ടിൽ പോയി വിശ്രമിക്കുകയാണ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത പള്ളി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്തിൽ നിന്നു. അങ്ങനെ അതാ പുറത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പനിയുടെ കാഠിന്യം കൊണ്ട് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു അയറാബി അങ്ങ് വരികയാണ്. അങ്ങനെ അതാ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ആരാണ് ഫാത്തിമ പുറത്തു വന്നിരിക്കുന്നത്? അപ്പോൾ അതാ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ പുറത്തേക്ക് അങ്ങ് നോക്കിയപ്പോൾ ഞാൻ അറിയാത്ത ഒരു മനുഷ്യനാണ്, ഈ നാട്ടുകാരനല്ല, എനിക്ക് കണ്ടിട്ട് പേടിയാകുന്നു യാ റസൂലല്ലാഹ്. അങ്ങനെ അതാ വീണ്ടും വരുന്നു. ആ സഹാബത്തിനോട് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ ഉപ്പാക്ക് തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പിന്നീട് വരുമോ? അപ്പോൾ അതാ വീണ്ടും അതാ വരുന്നു, രണ്ടാമത്തെ ദിവസവും വരുന്നു. അങ്ങനെ അതാ ആ സഹാബത്ത് പറയുന്നു, ഇഫ്തഹുൽ ബാബ്, അസ്സലാമു അലൈക്കും യാ അഹ്ലി ബൈത്തിൻ നബുവ. റസൂലുള്ളാഹിന്റെ കുടുംബമേ, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതാണ്. അന മൗത്തുൽ അസ്റായീൽ,
ഞാൻ റൂഹിനെ പിടിക്കുന്ന മലക്കാണ് നബിയേ. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹായോട് പറയുന്നു, വാതിൽ തുറന്നു കൊടുക്ക് ഫാത്തിമ. അപ്പോൾ അതാ അസ്രായീൽ അതാ വീടിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, എന്നെ പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചതാണ് അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ അതാ ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുകയാണ്. അപ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്രായീൽ ചോദിക്കുന്നു, താങ്കൾക്ക് ഇഷ്ടമുണ്ടോ നബിയേ? അപ്പോൾ അതാ ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എനിക്ക് വിരോധമില്ല അസ്രായീൽ. അപ്പോൾ അതാ അസ്രായീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ പിടിക്കുകയാണ്. അപ്പോൾ അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ, അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കേട്ടോ. പടച്ച റബ്ബേ, എന്റെ ഉമ്മത്തിനെ നീ കാക്കണേ റബ്ബേ എന്ന് അവസാനമായിക്കൊണ്ട് ആരംഭപ്പൂവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എനിക്ക് കൂടുതലും സംസാരിക്കുന്നത് സമയത്തിന് കുറവാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടികൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.